എന്നിട്ടല്ല ഇവിടെ ചായക്ക് കടിയായിട്ട് എഗ് ലോലിപോപ്പ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേ 4 മുട്ട പുഴുങ്ങി അതിന്റെ തോടെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട്, ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടാതെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ മല്ലിയിലയില്ലേ അത് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി കുറച്ച് റവപ്പൊടി വെച്ചിട്ടുണ്ട്, ആ റവയും കൂടെ ഇട്ട് കൊടുക്കുന്നു. അത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയിട്ട് മാറ്റി വെക്കുവാണ്. അതേ ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതേ ഒരു മുട്ട കൊത്തി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിന് പകരമായിട്ട് ഇവിടെ കോൺഫ്ലെക്സ് പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പാൻ ചൂടായി, ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ബോളുകൾ എടുത്തിട്ട് നേരെ നമ്മൾ മുട്ട കൊത്തി വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിൽ ഡിപ്പ് ചെയ്യുന്നു. ഇവിടെ കോൺഫ്ലെക്സ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നേരെ ഇതുപോലെ നേരെ തളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. ഇതുപോലെയുള്ള സ്റ്റിക്ക് നമ്മൾ കുത്തുന്നു. കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നുന്നു. കണ്ടോ, കെച്ചപ്പിൽ ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.